ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സ്വിഫ്റ്റ് അതിൻ്റെ രണ്ടാമത്തെ വേരിയൻ്റ് ആയിട്ടുള്ള VXi അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് നോക്കാം. കൂട്ടുകാരെ, കാറിൻ്റെ ടയർ സൈസ് വരുമ്പോൾ 14 ഇഞ്ചാണ് വരുന്നത്. മെഷർമെൻറ്റ് വരുമ്പോൾ ലെങ്ത് 3860 mm, വിഡ്ത്ത് 1735 mm, ഹൈറ്റ് 1520 mm, വീൽ ബേസ് 2450 mm. അതുപോലെ കാറിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 163 mm ആണ് വരുന്നത്. കാറിൻ്റെ ഇൻറ്റീരിയറിൽ വരുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റാണെങ്കിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് മാനുവലി. സ്റ്റിയറിംഗ് വരുമ്പോൾ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇത് ടിൽറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗിനെ തന്നെയാണ് ഓഡിയോ കൺട്രോൾസ് ആണെങ്കിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാറിൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ റൂം ലാമ്പൊക്കെ ആണെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഡോർ പാഡ് വരുമ്പോൾ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിൽ തന്നെ ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്പീക്കറാണെങ്കിലും വരുന്നുണ്ടായിരുന്നു. ബാക്ക് സൈഡ് നോക്കുമ്പോൾ എയറിൽ വരുന്നുണ്ട്. സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഡീഫോഗർ ആണെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബൂട്ട് സ്പേസ് വരുമ്പോൾ 265 ലിറ്ററാണ് വരുന്നത്. അതുപോലെ സ്വിഫ്റ്റിൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. കൂടാതെ ബമ്പറിൽ 4 പാർക്കിംഗ് സെൻസർ ആണെങ്കിലും സ്വിഫ്റ്റിൽ വരുന്നുണ്ട്. ടെയിൽ ലാമ്പൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങോട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 37 ലിറ്ററാണ്. സൈഡ് വ്യൂ വരുമ്പോൾ ഈ ഒരു മിററിൽ തന്നെയാണ് ഇൻഡിക്കേറ്റർ ആണെങ്കിലും കൊടുത്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് വരുമ്പോൾ ഹാലജൻ ഹെഡ്ലൈറ്റാണ് ഈ ഒരു സ്വിഫ്റ്റ് VXiയിൽ വരുന്നത്. അഡീഷണലായിട്ട് നമുക്ക് വേണേൽ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യാനുള്ളൊരു പോർഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ട് മനസ്സിലാക്കിയതാണ് സ്വിഫ്റ്റ് VXi. ഇതിൻ്റെ എൻജിൻ സൈസ് വരുമ്പോൾ 1.2 ലിറ്ററിൻ്റെ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇതിൽ മാക്സിമം മൈലേജ് വരുന്നത് 25 km/ലിറ്റർ ആണ് വരുന്നത്. ഈ ഒരു കാറിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിലെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം.